വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു പരീക്ഷണമായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് അവസാനമായിട്ടായിരിക്കും ഈ പരീക്ഷണം ഞാൻ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. പൊറോട്ട അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് കോഴിമുട്ട തട്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ പതച്ചങ്ങ് മാറ്റി വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം കൂടി ഒരു പാത്രത്തിൽ തട്ടിയിടുക. ഗോതമ്പൊടിയും മൈദമാവ് എനിക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് സോഡാപ്പൊടി മിക്സ് ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഇടിച്ച് പതപ്പിക്കുക. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് മാവിനോട്ട് നമുക്ക് തീർക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പൂജപ്പുഴ സെൻറ്റർ ചെയ്യിലെ ചേട്ടന്മാരെ പോലെ ഉണ്ട ഉരുട്ടി ഗോതമ്പുണ്ടയാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും തിന്നണ്ടേ. അപ്പോൾ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്, അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പച്ച കളറുള്ള കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞിടാം. ശരിക്കും പറഞ്ഞാൽ ഈ പച്ചക്കറികൾ ക്യാപ്സിക്കം പഴുക്കുന്നതാണോ ചുമന്ന കളറുള്ള ക്യാപ്സിക്കം, അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അതിനിടെ നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ച് നല്ല റോസ്റ്റ് ആക്കി അങ്ങ് മാറ്റി വെച്ച് അത് നമ്മുടെ ഈ ഗുണ്ടക്കുട്ടന്മാരെ എല്ലാം കൂടെ പരത്തി എടുത്താൽ ശരിക്കും പറഞ്ഞാൽ കോടോറിയായിട്ട് അടിച്ച് പരത്തേണ്ടതാണ്, വീശി അടിക്കണം. അതെനിക്കറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അങ്ങ് പരത്തിയെടുക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എല്ലാം. അപ്പോഴത്തേക്ക് അത് രണ്ടാക്കിയതിന് ശേഷം അറിഞ്ഞും മുറിഞ്ഞും വരഞ്ഞു കൊടുക്കുക. എന്തിനാണെന്ന് അറിയാമല്ലേ, ഇതളുകളാണ്. നമ്മൾ യൂട്യൂബിലെ ചേച്ചിമാർ പറഞ്ഞു തന്നെ ഇതളുകളാകാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇതളുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് റോസാപ്പൂ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റോസാപ്പൂ തോട്ടം തന്നെ പണിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റോസാപ്പൂ ചേട്ടന്മാരെ ഓരോന്നായിട്ട് എടുത്ത് വിരിയിച്ച് എടുക്കുക. നല്ലപോലെ പരത്തി അങ്ങോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായി കിടക്കുന്ന കല്ലിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ ഇട്ടതിന് ശേഷം തിരിച്ചിട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയത് നമ്മളെ കൊണ്ട് കൂടുന്ന കാര്യമല്ലെന്ന്. അതെല്ലാം കഴിഞ്ഞ് പാത്രത്തിൽ മൊത്തം ചുട്ടിട്ടതിന് ശേഷം ഉമ്മ പറഞ്ഞൊന്ന് ഇടിച്ച് പതിച്ച് തരാം. ഉമ്മ കണ്ടറ തുണി എഴുതുന്ന പോലെ നല്ലപോലെ കല്ലിട്ട് ഇടിച്ച് പതിപ്പിച്ച് എനിക്ക് തന്നു. അതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് തിന്ന് നോക്കിയാലേ ശരിക്കും പറഞ്ഞാൽ ലുക്കിൽ കാര്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വളയിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിന്നട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.